അഭിമന്യു വധക്കേസിൽ 4 മാസത്തിനകം വിചാരണ പൂർത്തിയാക്കി വിധി പറയണമെന്ന് ഹൈക്കോടതി. അഭിമന്യുവിന്റെ അമ്മ നൽകിയ ഹർജിയിലാണ് നടപടി. വിചാരണ കോടതിക്കാണ് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. രാഗിനുണ്ട്. രാഗിൻ, അമ്മയുടെ ഹർജിയിൽ എന്താണ് നിർദ്ദേശം കർശനമായി നൽകുന്നത് ഹൈക്കോടതി? മഹാരാജാസിലെ SFI നേതാവായിരുന്ന അഭിമന്യുവിനെ കൊലപ്പെടുത്തിയ കേസിൽ 4 മാസത്തിനകം വിചാരണ പൂർത്തിയാക്കി വിധി പറയണം എന്നതാണ് ഇപ്പോൾ ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. വിചാരണ കോടതിക്കാണ് ഇത് സംബന്ധിച്ചുള്ള നിർദ്ദേശം പോയിരിക്കുന്നത്. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ് ഇത് സംബന്ധിച്ചുള്ള വിചാരണയും മറ്റു കാര്യങ്ങളുമൊക്കെ നടക്കുന്നത്. നേരത്തെ 9 മാസം കോടതി ആദ്യഘട്ടത്തിൽ ഈ സമയപരിധി നൽകിയിരുന്നു. പക്ഷേ അത് പിന്നീട് 4 മാസവും കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് നൽകിയിരുന്നു. ഇത് വീണ്ടും 3-ാം തവണയാണ് 4 മാസവും കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഇനി കൂടുതൽ സമയം അനുവദിക്കാൻ കഴിയില്ല എന്നതാണ് കോടതി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിലവിൽ ആദ്യഘട്ടത്തിൽ ഈ ആക്ഷനിലടക്കം പങ്കെടുത്ത 16 പേർക്കെതിരെ ചാർജ് കൊടുക്കുകയും അതിന്റെ വിചാരണ ആരംഭിക്കാൻ പോവുകയുമാണ്. അതിൽ നേരത്തെ ഈ പ്രതികൾക്കെതിരെയുള്ള കുറ്റം ചുമത്തിയിരുന്നു. കുറ്റപത്രം വായിച്ച് കേൾപ്പിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ ഇനി ഇതിൽ ഒരു സിമ്പിൾ ഹർട്ട് എന്ന വകുപ്പ് കൂടി ചുമത്തണമെന്ന പ്രോസിക്യൂഷന്റെ ആവശ്യമുണ്ട്. അതിൽ കോടതി തീരുമാനമെടുക്കാൻ പോവുകയുമാണ്. എന്തായാലും 2018 ഈ കേസിനാസ്പദമായിട്ടുള്ള സംഭവം നടക്കുന്നത്. 2018 ജൂലൈയിൽ ആ ഘട്ടത്തിൽ അതിനുശേഷം പിന്നീട് ഒട്ടനവധി തവണ ഇത്രയും സമയം എടുക്കുന്നു. അതായത് ഒന്ന് ഈ കോവിഡ് കാലഘട്ടമായിരുന്നു, അതുകൊണ്ട് നീണ്ടുപോയി കാര്യങ്ങൾ. അതോടൊപ്പം തന്നെ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ് നടിയെ ആക്രമിച്ച കേസിലെ വിചാരണ നടപടികൾ നടന്നിരുന്നത്. അതിനുശേഷമാണ് ഈ കേസ് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇതോടൊപ്പം കോടതിയുടെ കസ്റ്റഡിയിലിരിക്കെ ചില രേഖകൾ നഷ്ടപ്പെട്ടു പോയത് വലിയ വിവാദമായിരുന്നു. അതിനുശേഷം ഹൈക്കോടതി നിർദ്ദേശപ്രകാരം അത് റീക്രിയേറ്റ് ചെയ്യാനൊക്കെ പറഞ്ഞിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലൊക്കെ കാര്യങ്ങൾ ചെയ്തിരിക്കുകയാണ്. ഇനി ഉടൻ തന്നെ അടുത്ത ദിവസങ്ങളിൽ കേസ് വീണ്ടും പരിഗണിക്കുന്നുണ്ട്. ആ ദിവസം കോടതി ഡേറ്റ് ഫിക്സ് ചെയ്യും, വിചാരണയ്ക്കുള്ള ഡേറ്റ് ഫിക്സ് ചെയ്യും. അതിനുശേഷം ഒരു ടൈം ലൈൻ നിശ്ചയിച്ചുകൊണ്ട് ഈ കാര്യങ്ങൾ നീക്കാനാണ് ഇപ്പോൾ കോടതി ആലോചിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഹൈക്കോടതി ഇത്തരത്തിലുള്ള ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നു. അഭിമന്യുവിന്റെ അമ്മ നൽകിയ പെറ്റീഷനിലാണ് നടപടി. അഭിമന്യുവിന്റെ അമ്മയ്ക്ക് വേണ്ടി ഹാജരായത് അഡ്വക്കേറ്റ് KS അരുൺകുമാറാണ്.